വൺ ആൻഡ് ഓൺലി സ്പോർട്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ചരിത്ര നേട്ടത്തിലെത്താൻ രോഹിത്തിന് വേണ്ടത് അതുമാത്രം. T20 ലോകകപ്പ് മത്സരത്തിൽ പാകിസ്ഥാനെ 6 റൺസിനാണ് ഇന്ത്യ തകർത്തെറിഞ്ഞത്. ടോസ് നേടിയ പാകിസ്ഥാൻ ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. 19 ഓവറിൽ 10 വിക്കറ്റ് നഷ്ടത്തിൽ 119 റൺസ് എടുക്കാനേ ഇന്ത്യക്കായുള്ളൂ. എന്നാൽ എളുപ്പത്തിൽ ചേസ് ചെയ്യാമെന്ന് കരുതിയിറങ്ങിയ പാകിസ്ഥാന് തെറ്റി. നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 113 റൺസ് എടുക്കാനേ പാകിസ്ഥാന് സാധിച്ചുള്ളൂ. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ അർദ്ധ സെഞ്ചുറി കരുത്തിൽ ആദ്യ മത്സരത്തിൽ അയർലാൻഡിനെ ഇന്ത്യ മലർത്തിയടിച്ചു. എന്നാൽ പാകിസ്ഥാനെതിരെ 13 റൺസ് നേടി രോഹിത് ശർമ്മ പുറത്തായി. പാകിസ്ഥാന് വേണ്ടി ഷഹീൻ അഫ്രിദിയാണ് രോഹിത് ശർമ്മയെ പുറത്താക്കിയത്. എന്നാൽ രോഹിത്തിൻ്റെ കീഴിൽ ഇന്ത്യ തുടർച്ചയായി 2 മത്സരങ്ങൾ ജയിച്ചതോടെ ഗ്രൂപ്പ് എയിൽ 4 പോയിന്റുമായി ഒന്നാമതാണ് ഇന്ത്യ. ജൂൺ 12 നടക്കുന്ന മത്സരത്തിൽ അമേരിക്കയെ കൂടി തോൽപ്പിച്ചാൽ ICC ടൂർണമെൻറ്റിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ വിജയം നേടുന്ന 2ാമത്തെ താരമാകാൻ രോഹിത്തിന് സാധിക്കും. നിലവിൽ 40 മത്സരങ്ങളിലെ വിജയവുമായി ധോണിയാണ് ഒന്നാമത്. രണ്ടാമതുള്ള സൗരവ് ഗാംഗുലി 16 മത്സരങ്ങളിലാണ് ടീമിനെ ജയിപ്പിച്ചിട്ടുള്ളത്. അമേരിക്കയ്ക്കെതിരായ മത്സരത്തിൽ ജയിക്കാൻ സാധിച്ചാൽ സൗരവ് ഗാംഗുലിയെ മറികടന്ന് 2ാമതെത്താൻ രോഹിത് ശർമ്മയ്ക്കാകും. പാകിസ്ഥാനെതിരായ മത്സരത്തിൽ പേസ് ബൗളർ ജസ്പ്രീത് ബുംറയുടെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. 4 ഓവറിൽ വെറും 14 റൺസ് മാത്രമാണ് താരം വിട്ടുകൊടുത്തത്. ഡെത്ത് ഓവറിൽ മികച്ച പ്രകടനവും താരം കാഴ്ചവെച്ചു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ഗുഡ് ബൈ.